ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഫൈനലി ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി നമ്മുടെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ വിചാരിച്ച് പെട്ടെന്ന് ലോങ് വീഡിയോ ഇടാമെന്ന്. വേറൊന്നുമല്ല ഗൈസ്, പെട്ടെന്ന് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എക്സാമിന് പോയി ഞാൻ നേരെ ഉമ്മേൻ്റെ അടുക്കാണ് വന്നത്, എൻ്റെ വീട്ടിലേക്കല്ല. അപ്പം ഇവിടെ നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് ഞാനിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് ഒരു എന്താ പറയുക, വാട്ട് ഈസ് ഇൻ മൈ ബാഗ്. ചെറിയ ബാഗാണ്, സ്കൂളത്തെ ബാഗല്ല, ജസ്റ്റ് ഹാൻഡ് ബാഗ് മദ്രസയ്ക്കൊക്കെ കൊണ്ടുപോകുന്നതാണ്. നമുക്ക് നോക്കി എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ പറയുന്നത് നമ്മൾ എക്സാമിന് വേണ്ടി എക്സാം ബോർഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ റൈറ്റിംഗ് പാഡ്. ഇത് ചോട്ടാ ഭീമാട്ട. ഇനി ഞാൻ പെയിൻറ്റിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് ബാഗിൽ കുറച്ച് പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വെച്ച് പെട്ടെന്ന് പൂപ്പൽ പിടിക്കുക ഗൈസ്. 2 days കൊണ്ടൊക്കെ പൂപ്പൽ പിടിക്കുക എൻ്റെ എക്സാം ബോർഡ്സ്. അതൊക്കെ പൊക്കി ഞാൻ കൊണ്ടുപോയി. എനിക്കിത് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ആവല്. ആൻഡ് നമുക്ക് ഇന്നത്തെ എക്സാം എന്താ പറയുക, ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പ് എക്സാം ആയിരുന്നു. അപ്പോൾ എക്സാമൊക്കെ അടിപൊളിയായിട്ട് ഞാൻ എഴുതി. വലിയ കുഴപ്പമില്ലായിരുന്നു, ആവറേജ് ലെവലാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഹാൾ ടിക്കറ്റ് ഗൈസ്. ഓക്കെ, ഞാൻ ബ്ലറാക്കി വെക്കുക ഫോട്ടോ, എനിക്ക് തീരെ ഇഷ്ടമല്ല ബിക്കോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സംഭവം നോക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, ദിസ് ഈസ് ഗൈസ് നമ്മുടെ ബോട്ടിലാണ്. ഇതല്ല ശരിയാണ് സ്കൂളിൽ കൊണ്ടുപോകല്, ബട്ട് ഇവിടേക്ക് ഈ ബോട്ടിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതായിരുന്നു ഞാൻ ഫുൾ വെള്ളമൊന്നും കുടിച്ചില്ല. ജസ്റ്റ് 12 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് പോയപ്പോൾ ഞാൻ 7 മണിക്കായിരുന്നു പോയിട്ടുണ്ടായിന്. 7 മണിക്ക് പോയി അവിടെ 8 മണിക്ക് എത്തി. കുറച്ച് നേരത്തെ പോയതുകൊണ്ട് അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. 9 മണിക്കായിരുന്നു എക്സാം. അങ്ങനെ കുറച്ച് വെയിറ്റൊക്കെ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് സംഭവമൊക്കെ മേടിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് പറയുന്നത് നമ്മുടെ ബോക്സാണ്. ഇതൊന്നും അല്ല എൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോക്സ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു ബോക്സ് ആയിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ബട്ട് പെൻസിൽ മാത്രമേ ഞാൻ പുറത്തിറക്കിയിട്ടുള്ളൂ. ബോക്സ് ഞാൻ എടുക്കാറില്ല. ഞാൻ സാധാരണ പൗച്ചാണ് കൊണ്ടുപോകാറുണ്ടായിരുന്നത്. ബട്ട് എൻ്റെ ബാഗ് ഞാൻ എടുത്ത് വെച്ച ഈ ബോക്സ് ആയിരുന്നു. ഒരു പെന്നും ഒരു പെൻസിലും കൂടെ ഉണ്ട്. ഈവന്മാരും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ എക്സാമിന് വേണ്ടി പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോയാണ്, കാരണം ബോക്സ് അലൗഡ് അല്ല. പിന്നെ ഈ ഒരു പെന്നുമായിരുന്നു ഞാൻ കൊണ്ടുപോയത്. ഇത്രയും സ്റ്റേഷനറീസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒന്നുമല്ല ഞാൻ ഇപ്പം കൊണ്ടുപോയത്. നെക്സ്റ്റ് എൻ്റെ ഐഡൻറ്റി കാർഡാണ് സ്കൂളത്തെ. ഓക്കെ, അപ്പോൾ അതെന്തായാലും ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചു. ബട്ട് യൂണിഫോം അല്ലായിരുന്നു കേട്ടോ, ഇന്ന് കളർ ഡ്രസ് ആയിരുന്നു. ആൻഡ് നമുക്ക് ഈ ഒരു ഭാഗം ഓക്കെ, ഇതിൽ നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ച് ടൈപ്പുള്ളൊരു പേഴ്സാണെന്നൊക്കെ പറയാം. ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് 2 പേട മുട്ടായും സ്നിക്കേഴ്സൊക്കെ മേടിച്ച്, ചോക്ലേറ്റ്സൊക്കെ മേടിച്ചായിരുന്നു. അത് ഇതിൻ്റെ അകത്തുണ്ട്. ലാസ്റ്റ് ഒരു പേടയാണ് ബാക്കിയുള്ളതൊക്കെ കഴിച്ചു. ആ പാട്ടിയും അങ്ങനെ അവിടെ നിന്ന് ബോറടിച്ച പാട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സംഭവമൊക്കെ മേടിച്ചു, അതൊക്കെ കഴിച്ചു. ലാസ്റ്റ് ഒരു പേട മുട്ടായി ബാക്കിയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ട, എന്താ ലാസ്റ്റ് ഒരു പേട മുട്ടായ ബാക്കിയുള്ളതൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഏകദേശം എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് വൺ നമ്മുടെ വാച്ചാണ്. ഞാൻ എൻ്റെ ആകെ ഒരു വാച്ച് എക്സാമിന് മാത്രമേ ഞാൻ ഈ വാച്ച് മാത്രമേ കൊണ്ടുപോകുള്ളൂ. വേറെ എടുത്ത് വാച്ച് ഉണ്ടായിട്ടാണ്. ഇതിനെന്തൊരു സ്പെഷ്യലായിട്ടാണ് ഞാൻ അത് കൊണ്ടുവച്ച് നടക്കൽ. ആൻഡ് ഇന്നൊരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഈ വാച്ച് എക്സാം ഹാളിലെത്തിയപ്പോൾ ഒന്ന് എടുത്തു ടൈം നോക്കിയപ്പം ഗൈസ് മിനിറ്റ്സോ അനങ്ങുന്നില്ല. പകച്ചു പോയ എൻ്റെ ബാല്യം. പിന്നെ മനസ്സിലായി ഇതിൻ്റെ ബാറ്ററി കഴിഞ്ഞെന്ന കാര്യം ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് ഗൈസ്. ലക്കിനി മിസ് നമുക്ക് ടൈമൊക്കെ പറഞ്ഞിരുന്നത്, അതുകൊണ്ട് പിന്നെ നോ പ്രോബ്ലം. പിന്നെ നമ്മൾ എക്സാം ഒരു 15 minutes മുമ്പേ എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ നോ ടെൻഷൻ ഗൈസ്. ഇതിലിപ്പോൾ എന്താ, ഇത് ഞാൻ ഇന്ന് കഴിച്ച മുട്ടായിൻ്റെ അതൊരു കവറാണ് ഗൈസ്. അത്രയൊക്കെ തന്നെ ഇതിലുള്ളൂ. എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് കഴിയാനായിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമുള്ളത്രത്തോളം കമൻറ്റ് ചെയ്യുക, സപ്പോർട്ടാക്കുക, ലൈക്കാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ലോങ് വീഡിയോസിൻ്റെ അളവ് കൂട്ടും. സപ്പോർട്ട് തന്നില്ലെങ്കിൽ കുറയും. അപ്പം നമ്മൾ ഷോർട്ട്സ് തന്നെ ഇടാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.